ആഡംബര വാഹനങ്ങളിൽ ഹെൽമറ്റില്ലാതെ സൈലൻസർ ഒഴിവാക്കി മിന്നൽ പോലെ പാഞ്ഞ് പൊതുജനങ്ങളുടെ ജീവിതം നരകമാക്കുന്ന യാത്രക്കാരുടെ എണ്ണം വീണ്ടും കൂടുന്നു. ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനമോടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന കർശനമാക്കുമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുമ്പോഴും പകലും എന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ മിന്നൽ വേഗത്തിൽ മരണവേഗത്തിൽ പാഞ്ഞു പോകുന്ന ബൈക്ക് യാത്രക്കാരുടെ എണ്ണം കൂടുകയാണ്. അതേപോലെ കാറിൽ അഭ്യാസം കാണിക്കുന്നവരുടെ. മുഖം മിനുക്കിയതോടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വാഹനയാത്രികരുടെ ഇഷ്ടപാതയാണ്. മൂന്നാറിന്റെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നവീകരിച്ച പാതയിലൂടെയുള്ള ഡ്രൈവിംഗും ആളുകൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനമോടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പരാതി. ഗ്യാപ്പ് റോഡിലൂടെ സാഹസികവും അപകടകരവുമായ യുവാക്കൾ വാഹനമോടിച്ച 2 സംഭവങ്ങളാണ് അടുത്തിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലെ നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടിയും കടുപ്പിക്കാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിനെതിരായും റോഡ് സേഫ്റ്റിക്കെതിരായിട്ടുള്ള പ്രവൃത്തിയായതിനാൽ 100% അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുന്നതാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡില് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ശക്തമായ വാഹന പരിശോധന തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുമായാണ് യുവാക്കൾ വാഹനങ്ങളിലിരുന്ന് അപകടകരവും സാഹസികവുമായ ദൃശ്യങ്ങൾ പകർത്താറ്. വിനോദസഞ്ചാരികളുമായി പോകുന്ന ജീപ്പ് സഫാരിക്കാരിൽ ചിലരും അമിതവേഗത്തിൽ വാഹനമോടിക്കാറുണ്ട്. അപകടകരമായി വാഹനമോടിക്കുന്നവർക്ക് മാത്രമല്ല, റോഡിലെ മറ്റു വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒക്കെ സാഹസവും അശ്രദ്ധയും ഭീഷണിയാകുന്നു. ഗ്യാപ്പ് റോഡിൽ നിയമലംഘകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടലിന് വഴിയൊരുങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.